കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 2026-27 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നൂതന പദ്ധതികളാണ് വൈസ് പ്രസിഡന്റ് കെ നവാസ് അവതരിപ്പിച്ച ബജറ്റിൽ ഉള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നൂതന പദ്ധതികളുമായാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചത്. 145,65,98,821 രൂപ വരവും 126,94,51,000 രൂപ ചെലവും 18,71,47,821 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ നവാസ് അവതരിപ്പിച്ചത്. 3,99,40,250 രൂപ നികുതിയേതര വരുമാനവും പൊതു ആവശ്യ ഗ്രാൻറ്റിൽ നിന്ന് 7,66,32,000 രൂപയും കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകളിൽ നിന്ന് 113,66,18,000 രൂപയുടെ വരുമാനവും പ്രതീക്ഷിക്കുന്നു. കെയർഹുഡ് കോഴിക്കോട് പദ്ധതിയിലൂടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് കോഴ്സിന് 5 കോടി രൂപയും പിന്നോക്ക വിദ്യാർത്ഥികൾക്കായുള്ള പ്രകാശതീരം പദ്ധതിക്കായി 25 ലക്ഷം രൂപയും മാറ്റിവെച്ചു. മാരാരോഗങ്ങൾ, വാർദ്ധക്യജന്യ രോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല പ്രശ്നങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന രോഗികളെ പരിചരിക്കാൻ ഓരോ വീട്ടിലും ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് സംവിധാനവും ഒരുക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനുമായി സഹകരിച്ച് 6 മാസത്തെ കോഴ്സിലൂടെ +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിദ്യാർത്ഥികളുടെ സേവനം വ്യത്യസ്ത തലങ്ങളിൽ ഉപയോഗപ്പെടുത്തി രോഗികളുടെ പരിചരണം ഉറപ്പുവരുത്തും. നാട്ടിലും മറുനാട്ടിലും വിജയസാധ്യത, പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. കൂടാതെ IPMുമായി സഹകരിച്ച് 20 മണിക്കൂർ നീണ്ട പരിശീലനത്തിലൂടെ പരിചാരകരും സന്നദ്ധ പ്രവർത്തകരുമാകാനുള്ള അവസരം ഈ പദ്ധതിയിലൂടെ ഒരുക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സമഗ്ര പുരോഗതിക്കായി 20 കോടിയുടെ നവപഞ്ചമി എന്ന പേരിൽ പദ്ധതി നടപ്പാക്കും. പട്ടികജാതി വിഭാഗക്കാരുടെ സർവ്വതോന്മുഖ വികസനവും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ട് 19,27,29,000 രൂപയും പട്ടികവർഗക്കാരുടെ ക്ഷേമത്തിനായി 10,85,70,000 കോടി രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാൻസർ പ്രതിരോധവും ചികിത്സയും ശക്തിപ്പെടുത്തുന്നതിനായി ക്യാൻസർ കെയർ സൊസൈറ്റിക്കായി 5 കോടി രൂപ വകയിരുത്തി. യുവജനങ്ങളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ യുവതയുടെ മുന്നേറ്റം പദ്ധതിക്ക് 1,27,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാന പദ്ധതിയായ ജെൻനെക്സ്റ്റ് പദ്ധതിക്കായി 60 ലക്ഷം രൂപ അനുവദിച്ചു. ജില്ലയിലെ യുവാക്കൾക്ക് ആഭ്യന്തരവും വിദേശത്തുമായി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജെൻനെക്സ്റ്റ് എന്ന പേരിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതി. ബജറ്റ് അവതരണ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷയായി. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.